students, welcome back to online class. Okay, before we can start our class, we just discuss what we have learned in our last class. In the last class, we discussed about our important theorem, the midpoint theorem. What is the statement? Statement, or what do you mean by midpoint theorem? Midpoint theorem states, but for a triangle, the line segment connecting the midpoints of two sides of a triangle is parallel to the third side and half of the third side. For example, in the triangle ABC എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എ ബി എ സി എന്നുള്ള രണ്ട് സൈഡിനെ മിഡ് പോയിന്റിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഒരു ലൈൻ സെഗ്മെന്റ് നമുക്കുണ്ടെങ്കിൽ ആ ലൈൻ സെഗ്മെന്റ് തേർഡ് സൈഡായ ബി സിക്ക് പാരലും ബി സിയുടെ ഹാഫും ആയിരിക്കും. നമ്മൾ പ്രൂവ് ചെയ്തു, അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്തു. ഓക്കെ, ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് തിയറം. മിഡ് പോയിന്റ് തിയറത്തിന്റെ കോൺവേഴ്സ്. അപ്പം നമുക്കിതിൻ്റെ കോൺവേഴ്സ് പാർട്ട് എങ്ങനെയാണെന്ന് നോക്കാം. സോ മിഡ് പോയിന്റ് തിയറം വളരെ ക്ലിയർ ആയിട്ട് അറിയാമെങ്കിൽ കോൺവേഴ്സ് വളരെ സിമ്പിൾ ആണ്. നമ്മൾ കോൺവേഴ്സ് ചെയ്യാം, എന്നിട്ട് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് എക്സസൈസ്, നമ്മൾ എക്സസൈസിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എക്സസൈസ് ക്ലിയർ ആയിട്ട് ചെയ്ത് തീർക്കാം. ഓക്കെ, വി ആർ ഗോയിങ് ടു ടേക്ക് അവർ നെക്സ്റ്റ് സെക്ഷൻ, കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് തിയറം. Okay, we can start the theorem. The statement: the line drawn through the midpoint of one side of a triangle is parallel to the another side, bisect the third side. That means here ABC is a triangle and this is the line EF. This line EF, line drawn through the midpoint of one side. AB എന്ന് പറയുന്ന സൈഡിന്റെ മിഡ് പോയിന്റ് ആണ് ഈ. ഇതാണ്, ഇത് രണ്ട് ഈക്വൽ ആണെന്ന് കാണിച്ചിട്ടുണ്ട്. ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. എ ബിയുടെ മിഡ് പോയിന്റിൽ കൂടി വരയ്ക്കുന്ന ഈ ലൈൻ സെക്കൻഡ് സൈഡിന് പാരൽ ആയിരിക്കും, പാരൽ ടു ദ അനദർ സൈഡ്, ബൈസെക്ട് ദ തേർഡ് സൈഡ്. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. സോ ഒരു ട്രയാങ്കിൾ ഏതെങ്കിലും ഒരു സൈഡിലെ മിഡ് പോയിന്റിൽ കൂടി വരയ്ക്കുന്ന ലൈൻ സെക്കൻഡ് സൈഡിന് പാരലായ മിഡ് പോയിന്റിൽ കൂടി വരയ്ക്കുന്ന ലൈൻ തേർഡ് സൈഡ് എ സിയെ ബൈസെക്ട് ചെയ്യും. അതായത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എ എഫ് ഈക്വൽ ടു എഫ് സി. മറ്റേത് വേറെ ആയിരുന്നില്ലേ, രണ്ട് സൈഡിന്റെ മിഡ് പോയിന്റിൽ കൂടെ കണക്ട് ചെയ്യുന്നത് തേർഡ് സൈഡിന്റെ പാരലും ഹാഫും. ഇതങ്ങനെ ഒരു സൈഡിന്റെ മിഡ് പോയിന്റിൽ കൂടി അടുത്ത സൈഡിലേക്ക് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റ് സെക്കൻഡ് സൈഡിന്റെ പാരൽ ആയിരിക്കും, പക്ഷെ തേർഡ് സൈഡിനെ ബൈസെക്ട് ചെയ്യുന്നതാണ് പ്രൂവ് ചെയ്യുന്നത്. നമുക്ക് ഗിവൺ ഒക്കെ എഴുതി തുടങ്ങാം അല്ലേ? എല്ലാ പ്രൂഫും നമ്മൾ തുടങ്ങുന്നതല്ല. ഗിവൺ 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 ഇൻ ട്രയാങ്കിൾ ABC എന്തൊക്കെയാണ് നമുക്കുള്ളത്? കോമ E is the midpoint of AB. E എന്ന് പറയുന്നത് എ ബിയുടെ മിഡ് പോയിന്റ് ആണ്. അത് കഴിഞ്ഞ് ബാക്കി എന്തുണ്ട്? പാരലൽ എന്നുള്ളത് നമുക്ക് ഇവിടെ എഴുതണോ? നെക്സ്റ്റ്, E is the midpoint of AB. A line L drawn through E, this line drawn through E, meet at F. Okay, നമ്മൾ ഈ കൂടി ഒരു ലൈൻ വരച്ചു, എഫിനെ മീറ്റ് ചെയ്ത് ചെയ്ത്. ഇനി നമുക്ക് ചെറിയ കൺസ്ട്രക്ഷൻ, അടുത്തൊരു കൺസ്ട്രക്ഷൻ ആണ്. കൺസ്ട്രക്ഷൻ നോക്കാം. ഈ ലൈനാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ. ഡ്രോ CD parallel to BA through C. CD എന്നുള്ള ലൈൻ BA ക്ക് പാരലൽ. നമ്മൾ കഴിഞ്ഞ മിഡ് പോയിന്റ് തിയറത്തിൽ സെയിം സാധനം ചെയ്തതാണ് അല്ലേ? സിയിൽ കൂടി ഒരു പാരലൽ ലൈൻ വരച്ചു. ഇനിയാണ് നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ല, നമുക്ക് ടു പ്രൂവ് എഴുതണ്ടേ? എന്താണ് പ്രൂവ് ചെയ്യുന്നത്? ടു പ്രൂവ് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? എഫ് മിഡ് പോയിന്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. ഈ ലൈൻ ഇതിനെ ബൈസെക്ട് ചെയ്യുന്നതാണ് പ്രൂവ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് AF ഈക്വൽ ടു CF. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. പ്രൂഫ്. സോ വി ക്യാൻ സ്റ്റാർട്ട് അവർ പ്രൂഫ്. പ്രൂവ് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രന്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇത് കറസ്പോണ്ടിങ് സൈഡുകളാണ്, ഈക്വൽ ആണെന്ന് കിട്ടും. അതാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം അത് ഓർക്കുക, ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ അതിന്റെ പ്രൂവ് ചെയ്ത്
കഴിഞ്ഞ തീർത്ഥത്തിൽ നമ്മൾ അതാണ് പ്രൂവ് ചെയ്തത്. പക്ഷെ കഴിഞ്ഞ തീർത്ഥത്തിന് കുറെ എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്നു, അത് പ്രൂവ് ചെയ്തു. പിന്നെ പാരലോഗ്രത്തിന്റെ പ്രോപ്പർട്ടി ഉപയോഗിക്കേണ്ടി വന്നു, ഇല്ലേ? ഇവിടെ അതൊന്നും വേണ്ട. ഇവിടെ നമുക്ക് ഇതിന്റെ കോൺഗ്രന്റ് ആണെന്ന് പ്രൂവ് ചെയ്തത്. അതിന് മുമ്പ് പാരലോഗ്രത്തിന്റെ പ്രോപ്പർട്ടി വേണം, നമുക്ക് പോകുന്ന വഴിക്ക് അത് കാണാം. സോ അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്ന ഇതാണ് എ ബി സി എന്നുള്ള ട്രയാങ്കിളില് എ ബിയുടെ മിഡ് പോയിന്റിൽ ഇ കൂടി വരയ്ക്കുന്ന ഇ എഫ് എന്ന് പറയുന്ന ഈ ലൈൻ ബി സിക്ക് പാരലൽ ആയിരിക്കും. അത് എ സിയെ ബൈസെക്ട് ചെയ്യുന്നത്, അതായത് എ എഫ് ഈക്വൽ ടു എഫ് സി എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. എ എഫ് ഈക്വൽ ടു എഫ് സി ഓർ എ എഫ് ഈക്വൽ ടു സി എഫ്. സോ കൺസിഡർ triangle AEF and triangle CDF. Consider these two triangles. ഈ രണ്ട് ട്രയാങ്കിൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം. നമുക്ക് ഒരു കാര്യം അറിയാം, ഈ രണ്ട് ആംഗിളും ആൾട്ടർനേറ്റീവ് നമ്മൾ മിഡ് പോയിന്റ് തിയറം ചെയ്ത് തന്നെ ഓർക്കുക. ഈ രണ്ട് ലൈനും പാരലാണ്, നമ്മുടെ കൺസ്ട്രക്ഷൻ വെച്ച്. എ സി എന്നുള്ള ട്രാൻസ്വേഴ്സലാണ്. സോ ഈ രണ്ട് ആംഗിൾസും ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ആണ്, ഇല്ലേ? ആ ഒരു ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ആണ് നമ്മുടെ എഴുതാണ്ട് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ അന്ന് നമ്മൾ ചെയ്തു. പക്ഷേ എ എഫ് ഈക്വൽ ടു എഫ് സി നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല. അന്ന് എഫ് മിഡ് പോയിന്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് രണ്ട് ആംഗിൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി വേറെ എന്തെങ്കിലും ഒരു സൈഡോ എന്തെങ്കിലും കിട്ടണല്ലേ? മൂന്ന് ആംഗിൾ ട്രിപ്പിൾ എന്ന റൂള് നമുക്കില്ല. സോ രണ്ട് ആംഗിൾ കിട്ടി. എ എഫ് ഈക്വൽ ടു എഫ് സി എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് എ എസ് എ കോൺഫിഡൻസ് പറ്റത്തില്ല. ഈ രണ്ട് ആംഗിളും കിട്ടും. നമുക്ക് ഈ രണ്ട് ആംഗിൾസ് മാത്രമേ ഇപ്പൊ പ്രോപ്പർട്ടിയിൽ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ രണ്ട് ആംഗിൾ കിട്ടി, ഇനി ഒരു സൈഡ് കൂടെ കിട്ടണം. രണ്ട് ആംഗിൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ആകെയുള്ളത് ഒന്നുകിൽ എ എസ് എയോ എ എസ് ഒ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ എ എസ് എ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഇവിടെ ആംഗിൾ വന്നു, ഇവിടെ ആംഗിൾ വന്നു, ഇടയ്ക്കുള്ള ഈ സൈഡ്, അത് ഈ രണ്ട് സൈഡുകൾ, അല്ലേ? ഈ രണ്ട് സൈഡുകൾ ഈക്വൽ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. പ്രൂവ് ചെയ്യാനുള്ള സാധനം എടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഇനി കിട്ടേണ്ട ഏതെങ്കിലും ഒരു സൈഡ് ഈക്വൽ ആണോ എന്ന് നോക്കണം. നമുക്ക് നോക്കാം. എ എന്നുള്ളത് ബിക്ക് ഈക്വൽ അല്ലേ? ഇത് രണ്ടും ഈക്വൽ ആണല്ലോ. കൺസിഡർ ചെയ്ത് അവിടെ ഇരിക്കട്ടെ. നമുക്ക് ബാക്കി ഈ ട്രയാങ്കിളിന്റെ കേസുകളൊക്കെ ഒന്ന് നോക്കാം. എ ഈക്വൽ ടു ബി ആണ്, അല്ലേ? എന്താണ്? ഇ ഈസ് ദ മിഡ് പോയിന്റ്. ഓക്കെ. ഈ ബി ഈക്വൽ ടു സി ഡി ആണോ? ആണ്. എന്താണ് കാരണം? എ ഈക്വൽ ടു ബി ആണ്, ഈ മിഡ് പോയിന്റ് ആയതുകൊണ്ട് ക്ലിയർ ആണ്. ഇനി ബി ഈക്വൽ ടു ദിസ് സി ഡി, വൈ? നോക്കിക്കോളൂ. നമ്മുടെ തിയറം വെച്ചിട്ട് ഈ രണ്ട് ലൈൻസും എന്താണ്? പാരലൽ ആണ്, അല്ലേ? ലൈൻ റൺ ത്രൂ ദ മിഡ് പോയിന്റ് പാരലൽ ടു ദ അനദർ സൈഡ്. അപ്പൊ ഈ രണ്ട് ലൈൻസും പാരലൽ ആണ്. ഓക്കെ. നമ്മുടെ കൺസ്ട്രക്ഷൻ വെച്ചിട്ട് ഈ രണ്ട് ലൈൻസും എന്താണ്? പാരലൽ ആണ്. സോ മുകളിൽ നിന്ന് താഴെയുള്ള ലൈൻസും പാരലൽ, സൈഡിലുള്ള ലൈൻസുകളും പാരലൽ. അപ്പോൾ ഈച്ച് പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ് പാരലൽ ആയി കഴിഞ്ഞാൽ അതിന്റെ പേരെന്താണ്? പാരലോഗ്രാം, അല്ലേ? പിന്നെ BD parallel to BC. ഇത് ഡയറക്റ്റ് എടുക്കുന്നൊന്നുമല്ല, നമുക്ക് തന്നിട്ടുണ്ട്. ലൈൻ റൺ ടു ദ മിഡ് പോയിന്റ് ഓഫ് വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ പാരലൽ ടു ദ അനദർ സൈഡ്. ഇങ്ങനെ ഒരു ലൈൻ എടുത്തു കഴിഞ്ഞാൽ കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ ലൈൻ സെക്കൻഡ് ലൈന് പാരലൽ ആയിരിക്കും. ആൻഡ് നമ്മുടെ കൺസ്ട്രക്ഷൻ വെച്ച് എന്താണ്? നമുക്ക് ഇത്രയും മതി. ബി എ പാരലൽ ടു സി ഡി. നമുക്ക് ബി എ പാരലൽ ടു സി ഡി എന്നാണ് എടുത്തിരിക്കുന്നത്. ബി എ പാരലൽ ടു സി ഡി എന്നാണ് എടുത്തിരിക്കുന്നത്. അതിൽ കാര്യമില്ല. പാരലൽ പ്രോപ്പർട്ടി നേരത്തെ പറഞ്ഞു, എക്സ്റ്റെൻഡ് ചെയ്താലും ഷോർട്ട് ആക്കിയാലും അറിയില്ല. ബി എ എന്നുള്ളതും ഇതും പാരലാണ്. ബി എയുടെ പാർട്ട് തന്നെയാണ് ബി ഇ. അതിന് കുറച്ചെടുത്താലും കൂടുതലെടുത്താലും പാരലൽ പ്രോപ്പർട്ടി ഒരിക്കലും മാറേണ്ടതാണ്. ഈച്ച് പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ് പാരലായി. ഈച്ച് പെയർ ഓഫ് opposite sides are parallel, therefore BCDE is a parallelogram. Kanda BCDE is a parallelogram. Now B equal to C. ഇനി കുഴപ്പമില്ലല്ലോ, കാരണം എന്താ? ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലോഗ്രാം. സൈഡ്സ് ഓഫ് പാരലോഗ്രാം.
അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയേ. ഓക്കെ, സോ നമുക്ക് ബാലൻസ് ചെയ്യാം. ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ അവിടെ സ്ഥലം കിട്ടത്തില്ല. സോ നമ്മൾ ആദ്യം എ ഈക്വൽ ടു ബി എന്നുള്ള എടുത്ത് ഇക്വേഷൻ 1, പിന്നെ നമ്മൾ പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്തിട്ട് കിട്ടിയ ബി ഈക്വൽ ടു സി ഡി. നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഫ്രം ഇക്വേഷൻ 1 and 2, ഇക്വേഷൻ 1 നും 2 നും നമുക്ക് എന്ത് കിട്ടും? എ ബി ഈക്വൽ ആണ്, ബി സി ഡി ഈക്വൽ ആണ്. അങ്ങനെ എ ഈക്വൽ ടു എന്താണ്? സി ഡി ആണ്. ഓക്കെ, ഇപ്പൊ നോക്കിയേ, എ ഈക്വൽ സി ഡി, രണ്ട് ട്രയാങ്കിളിൽ ഈക്വൽ ആയിട്ടുള്ള സൈഡ് കിട്ടിയില്ലേ നമുക്ക്. ഇത് നമുക്ക് അറിയാവുന്ന രണ്ട് ആംഗിൾ ഉണ്ട് ഇവിടെ ഇല്ലേ? ഏതൊക്കെ ആംഗിളാണ് നോക്കിക്കേ. ആംഗിൾ എ എഫ്, ആംഗിൾ എ എഫ് ഈക്വൽ ടു ആംഗിൾ സി എഫ് ഡി. റീസൺ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. ഇനി ഒരാളുണ്ട് ഏത്? ഈ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ. അത് നമുക്ക് വേണമെങ്കിൽ റീസൺ പെട്ടെന്ന് എഴുതാം. EA parallel to CD and AC is a transversal. മിഡ് പോയിന്റ് തിയറം പറയുമെങ്കിൽ വളരെ എളുപ്പമാണ്. ഈ രണ്ട് ആംഗിൾസ് എല്ലാം നമ്മൾ അവിടെ പ്രൂവ് ചെയ്ത് തന്നെയാണ്. എ ഈക്വൽ ടു സി ഡി എന്നുള്ള പാർട്ട് മാത്രമാണ് അഡീഷണൽ ആയിട്ട് ചെയ്തേക്കുന്നത്. ബാക്കി എല്ലാം നമ്മൾ അവിടെ ചെയ്തത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ ഇതിൻ്റെ ആയതുകൊണ്ട് EA parallel to CD and AC is a transversal ആയതുകൊണ്ട് angle EAF equal to angle EAF equal to angle FCD. Alternate interior angles. Okay. ഇപ്പൊ നോക്ക്, angle, angle, side, angle, angle, side. So by which rule? A is congruence rule which രണ്ട് triangle congruent ആണ്. Therefore triangle AEF congruent, triangle CDF by AAS congruence rule. ഇതെല്ലാം നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് AF equal to FC എന്നാണ് അല്ലേ? പക്ഷേ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആയതുകൊണ്ട് അതിന്റെ കറസ്പോണ്ടിങ് പാർട്ടുകൾ ഈക്വൽ ആയിരിക്കും അല്ലേ? ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണെന്ന് കിട്ടി. അതിന്റെ കറസ്പോണ്ടിങ് പാർട്ടാണ് now AF ഉം CF ഉം. AF equal to CF. Reason CPCT. Corresponding parts of congruent triangles are equal. സോ കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിഡ് പോയിന്റ് തിയറത്തിനേക്കാൾ കൂടുതൽ യൂസ് ഇതിനാണ് വരുന്നത്. മറ്റേ രണ്ട് സൈഡിനെ ഒരു ട്രയാങ്കിളിലെ രണ്ട് സൈഡുകളിലെ മിഡ് പോയിന്റ് കണക്ട് ചെയ്യുന്ന ലൈൻ തേർഡ് സൈഡിൽ പാരലൽ അതിന് ഹാഫ് ഒന്നായിരുന്നു. ഇതങ്ങനല്ല. ട്രയാങ്കിളിലെ ഏതെങ്കിലും ഒരു സൈഡിലെ മിഡ് പോയിന്റിൽ കൂടി അടുത്ത സൈഡിലേക്ക് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റ് എന്താണ്? അതിന്റെ ബേസ് സൈഡിന് പാരലൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് തേർഡ് സൈഡിനെ ബൈസെക്ട് ചെയ്യും, രണ്ടായിട്ട് കട്ട് ചെയ്യുമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. AF equal to FC എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോയത്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ BCD is a parallelogram. അത് മാത്രമേ നമ്മൾ അഡീഷൻ ചെയ്തത്. നമുക്ക് അഡീഷൻ ചെയ്ത കാരണം ഇത് രണ്ടും പാരലൽ ആണെന്ന് സ്റ്റേറ്റ്മെന്റിൽ തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ കൺസ്ട്രക്ഷൻ വഴി ഈ രണ്ട് ലൈൻസും പാരലൽ ആണ്. അതുകൊണ്ട് BCD ഒരു പാരലോഗ്രാം ആണ്. AE equal to BE ആണ്. ഈ മിഡ് പോയിന്റ് ആയതുകൊണ്ട് AE equal to BE ആണ്. നമുക്കറിയാം പാരലോഗ്രാം ആയതുകൊണ്ട് BE CD ഈക്വൽ ആണ്. അതുകൊണ്ട് AE equal to CD കണ്ടുപിടിച്ചു. ബാക്കി നമുക്ക് ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിളും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആണ്. AS കോൺഗ്രുവൻസ് വെച്ച് രണ്ടും കോൺഗ്രുവന്റ് ആയി നമ്മുടെ ആൻസറിൽ എത്തി. ഓക്കെ, സോ നമ്മളിപ്പോൾ പഠിച്ചത് കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് അല്ലേ? ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡിന്റെ മിഡ് പോയിന്റിൽ നിന്നും അടുത്ത സൈഡിലേക്ക് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റ് അതിന്റെ ബേസ് സൈഡിന് പാരലൽ ആയിരിക്കും. അതുപോലെ തന്നെ ആ തേർഡ് സൈഡിനെ ബൈസെക്ട് ചെയ്യുന്നുള്ളത്. നമ്മൾ അത് വെച്ചൊരു ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. എക്സസൈസിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. എക്സസൈസ് പ്രോപ്പറായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. ആ തിയറത്തിന്റെ ഫോളോ അപ്പ് ആയിട്ട് തന്നെ ചെയ്യുന്നേ ഉള്ളൂ. സോ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതാണ് ABCD is a trapezium. ട്രപ്പീസിയം എന്താണെന്ന് അറിയാലോ എല്ലാവർക്കും. ABCD is a trapezium in which AB parallel to DC. ട്രപ്പീസിയം എന്ന് പറയുമ്പോൾ one pair of opposite side parallel ആണ് അല്ലേ? AB parallel to DC. BD is the diagonal and E is the midpoint. BD is a diagonal. So here is a diagonal BD.
BD is a diagonal and E is the midpoint of AD. A line through E parallel to AB intersecting BC at F. So പ്രത്യേകിച്ചൊന്നുമില്ല. എ ബി സി ഒരു ട്രപ്പീസിയമാണ്, ബി ഡി അതിന്റെ ഡയഗണലാണ്. ഇ എന്ന് പറയുന്നത് എ ഡി എന്ന സൈഡിന്റെ മിഡ് പോയിന്റ് ആണ്. ഇയിൽ കൂടി ഈ വരയ്ക്കുന്ന ലൈൻ എ ബിക്ക് പാരലൽ ആണ്. അത് ബി സി എഫിനെ മീറ്റ് ചെയ്യുന്നു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ബി സി. ദാറ്റ് മീൻസ് ബി എഫ് ഈക്വൽ ടു സി എഫ് അല്ലേ? അത് പ്രൂവ് ചെയ്യാം. ഈ ട്രപ്പീസിയത്തിന്റെ ഒരു സൈഡിന്റെ മിഡ് പോയിന്റിൽ കൂടി വരച്ചിരിക്കുന്ന ഈ ലൈൻ സെഗ്മെന്റ് വേണ്ട, ഈ സൈഡിന് പാരലൽ ആയിട്ട് വരച്ചിരിക്കുന്ന ഈ ലൈൻ സെഗ്മെന്റ് അടുത്ത സൈഡിനെ ബൈസെക്ട് ചെയ്യുന്നത് പ്രൂവ് ചെയ്യണം. നമുക്ക് ട്രപ്പീസിയത്തിന് പ്രൂവ് ചെയ്യാൻ നമുക്ക് തിയറം ഇല്ല. മിഡ് പോയിന്റ് തിയറം, കോൺവേഴ്സ് മിഡ് പോയിന്റ് തിയറം ഒക്കെ നമുക്കുള്ളത് ട്രയാങ്കിളിലാണ്. സോ ഈ ഡയഗണൽ വെച്ച് നമ്മൾ ഈ ഡയഗണൽ വന്നപ്പോൾ നമുക്ക് ഇതാണ്ട് ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടി, ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടി. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ ആ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്കത് ട്രപ്പീസിലേക്ക് മാറ്റാൻ പറ്റും. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതെന്ന് എഴുതി വെച്ചേക്കാം. ടു പ്രൂവ് ഇവിടെ ഉണ്ട്. BF equal to CF അല്ലേ? നമുക്ക് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ ഗിവൺ ഒന്നും എഴുതുന്നില്ല, ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഗിവൺ, അതുകൊണ്ട് ഇപ്പോൾ എഴുതുന്നില്ല കാര്യത്തിൽ. സോ നമുക്ക് എല്ലാം തന്നിട്ടുണ്ടായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ജോയിൻ ബി ഡി ഒന്നും എഴുതണ്ട. ഇവിടെ ഡയഗണലൊക്കെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് കൺസിഡർ ട്രയാങ്കിൾ. സോ കൺസിഡർ ട്രയാങ്കിൾ എ ബി ഡി. ഈ ട്രയാങ്കിൾ എ ബി ഡി നോക്കാം. ഇതിൽ നമുക്കറിയാം is the midpoint of AD. In this triangle ABD, E is the midpoint of AD and നമുക്കൊരു പേരൂടെ കൊടുക്കാം ഈ മീറ്റിംഗ് പോയിന്റ്. EG parallel to AB. എങ്ങനെ കിട്ടി? മാജിക് കാണിച്ച് കിട്ടിയൊന്നുമല്ല. നമ്മളിപ്പോൾ പറയുന്നുണ്ട് നമ്മുടെ ഇതിൽ തന്നെ അല്ലേ, നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് ഇയിൽ കൂടി വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റ് എ ബിക്ക് പാരലാണ്. ഇയിൽ കൂടി വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റ് അതായത് ഇ എഫ് പാരലൽ ടു എ ബി ആണ്. ഇ എഫിന്റെ പാർട്ട് അല്ലേ ഇ ജി, അതുകൊണ്ട് ഇ ജി എന്താണ്? പാരലൽ ടു എ ബി ആണ്. ഇല്ലേ, പാരലൈൻ കൂടിയാലും കുറഞ്ഞാലും പാരലൽ പ്രോപ്പർട്ടി ഒരിക്കലും മാറില്ല. ഇപ്പൊ നോക്കിയേ, ഒരു ട്രയാങ്കിളിന്റെ ഒരു മിഡ് പോയിന്റിൽ കൂടി അടുത്ത സൈഡിന് പാരലൽ ആയിട്ടുള്ള ലൈൻ തേർഡ് സൈഡിനെ എന്ത് ചെയ്യും? നമ്മൾ പഠിച്ചിട്ടുള്ളത് ബൈസെക്ട് ചെയ്യും. ഏത് തിയറം ഉപയോഗിച്ച്? യൂസിങ് കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് തിയറം. നമുക്ക് എന്ത് പറയാം? ഡി ജി ഈക്വൽ ടു ഡി ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് G is the midpoint of BD. Okay, നമുക്ക് ഇത്രയും കിട്ടിയില്ലേ? G is the midpoint of BD. സോ നമ്മൾ പ്രൂവ് ചെയ്തു G is the midpoint of BD വരെ കിട്ടി. ഇനി നമുക്ക് അടുത്ത ട്രയാങ്കിൾ നോക്കാം. ഈ BCD. കൺസിഡർ ട്രയാങ്കിൾ BCD. ഓക്കെ, ദിസ് ട്രയാങ്കിൾ BCD. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് അവിടെ നമുക്ക് ഇതേ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നൊക്കെ ബി ഡി എന്നുള്ള സൈഡിന്റെ മിഡ് പോയിന്റ് ആണ് ജി. നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത് കിട്ടിയില്ലേ ജി. ആ ജിയിൽ കൂടി വരയ്ക്കുന്ന ഈ ലൈൻ സെഗ്മെന്റ് ഇതിന് പാരലൽ ആണെങ്കിൽ കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് തിയറം ഉപയോഗിച്ച് എന്താണ് അത് എഫിനെ, അതായത് എഫിൽ വരുമ്പോൾ എന്താണ് ഈ സൈഡിനെ ബൈസെക്ട് ചെയ്യും അല്ലേ? ട്രയാങ്കിൾ തിരിഞ്ഞിരിക്കുന്നേ ഉള്ളൂ. ഇവിടുത്തെ അതേ കാര്യം, മിഡ് പോയിന്റിൽ കൂടെ ഒരു സൈഡിന്റെ മിഡ് പോയിന്റിൽ കൂടെ സെക്കൻഡ് സൈഡിന് പാരലൽ ആയിട്ട് വരയ്ക്കുന്ന ലൈൻ തേർഡ് സൈഡിനെ ബൈസെക്ട് ചെയ്യും. ഈ ട്രയാങ്കിൾ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കാര്യമാക്കണ്ട, ഏത് സൈഡിനും പറ്റും. സോ ബി സി ഡി എന്നുള്ള ട്രയാങ്കിളിൽ ബി ഡി എന്നുള്ള സൈഡിന്റെ മിഡ് പോയിന്റിൽ ജിയിൽ കൂടി വരയ്ക്കുന്ന ഈ ജി എഫ് എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് ഡി സിക്ക് പാരലൽ ആണെങ്കിൽ അത് ബി സിയെ ബൈസെക്ട് ചെയ്യും, നമ്മുടെ ആൻസറിൽ എത്തും. ഇനി ഇത് പാരലൽ ആണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. മിഡ് പോയിന്റ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം, അതൊന്നും എഴുതി വെച്ചേക്കാം. G is the midpoint of BD. Okay. ഇനി അടുത്തത്
നമുക്കറിയാം ഇ എഫും എ ബിയും പാരലല്ല. സിൻസ് ഇ എഫ് പാരലൽ ടു എ ബി ആൻഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എ ബി പാരലൽ ടു ബി സി. എ ബി പാരലൽ ടു ബി സി. ഇതിനകത്തുനിന്ന് നമുക്ക് എന്താ പറയാം? therefore ഇ എഫ് പാരലൽ ടു ഡി സി. നമ്മളെപ്പോഴും ചെയ്യുന്നത് ഇ എഫ് എ ബിക്ക് പാരലൽ, എ ബി ഡി സിക്ക് പാരലൽ ആണെങ്കിൽ ഇ എഫ് പാരലൽ. കണ്ടോ, ഇ എഫ് പാരലൽ ടു ഡി സി. ഇ എഫിന്റെ ഭാഗമല്ലേ ജി എഫ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? നൗ ജി എഫ് പാരലൽ ടു ഡി സി അല്ലേ. പാരലൽ പ്രോപ്പർട്ടി കൂടിയാലും കുറഞ്ഞാലും മാറില്ലേ. ഇ എഫിനകത്തെ ഒരു പാർട്ടാണ് ജി എഫ്. ഇ എഫും ഡി സിയും പാരലൽ ആണെങ്കിൽ ജി എഫും ഡി സി എന്ത് തന്നെയായിരിക്കും? പാരലായിരിക്കും. അപ്പൊ ഇത് രണ്ടോന്ന് വെച്ച് നോക്കിയേ. ബി സി എന്നുള്ള ട്രയാങ്കിളിൽ ജി മിഡ് പോയിന്റ് ആണ്. ആ മിഡ് പോയിന്റ് കൂടെ വരയ്ക്കുന്നത് ഈ ലൈൻ സെക്കൻഡ് സൈഡിന് പാരലൽ ആണെങ്കിൽ തേർഡ് സൈഡിനെ ബൈസെക്ട് ചെയ്യും യൂസിങ് മിഡ് പോയിന്റ് തിയറം. Converse of midpoint theorem. Converse of midpoint theorem. F is a midpoint. എന്ത് കിട്ടും നമുക്ക്? ബി എഫ് ഈക്വൽ ടു സി എഫ്. ദാറ്റ് മീൻസ് അതതിനെ ബൈസെക്ട് ചെയ്യുന്നു. ബി എഫ് ഈക്വൽ ടു സി എഫ് എന്ന് പറഞ്ഞാൽ therefore എഫ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ബി സി. കണ്ടാ, അവിടേക്ക് ചോദ്യം ചെറുതാണെന്ന് തോന്നുമെങ്കിലും ചെയ്യാൻ കുറേ ഉണ്ട്, എഴുതി വരും. പക്ഷെ സംഭവം വളരെ സിമ്പിളാണ്. ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡിൽ മിഡ് പോയിന്റിൽ കൂടെ സെക്കൻഡ് സൈഡിന് പാരലായിട്ട് വരയ്ക്കുന്ന ലൈൻ തേർഡ് സൈഡിന് ബൈസെക്ട് ചെയ്യും. ഇത്രയേ ഉള്ളൂ. അത് വെച്ചാണ് എല്ലാം ചെയ്യിക്കും. സോ ഈ പ്രോബ്ലംസും ഈ തിയറവും എഴുതി തന്നെ പഠിക്കുക, ചെയ്ത് പഠിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ. സോ നമുക്ക് നമ്മുടെ പ്രോബ്ലം സെക്ഷൻസ്, കൂടുതൽ പ്രോബ്ലംസ് ഒക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ തുടരാം. സോ ഇത് കൂടുതലായിട്ട് ചെയ്ത് തന്നെ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്യാം. Okay students, today we can conclude our section. We'll be see you on the next class with more problems. Thank you.